ചില യാത്രകളാണെങ്കിൽ ഒരു പ്ലാനുമില്ലാതെ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഇന്നത്തെ എൻ്റെ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എത്തിപ്പെടുന്ന സ്ഥലത്ത് എന്താ കാണാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം മനസ്സിനുള്ളിലുണ്ട്. പക്ഷേ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാഴ്ചകളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. യാത്രയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഒരൈഡിയയും എനിക്കില്ല. ഇന്ന് ഈ കാണുന്ന സ്ഥലം അന്വേഷിച്ചിട്ടല്ല ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് യാദൃശ്ചികമായി കാണുന്ന സ്ഥലമായത്. ടൗണിന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷ, നെൽപ്പാടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ മനസ്സിനകത്ത് ഒരുപാട് സന്തോഷം സമ്മാനിക്കാറുണ്ട്. ചെറുപുഞ്ചിരിയോടെ എത്ര സമയം ഈ കാഴ്ചകൾ നോക്കി നിന്നാലും മതിയാവില്ല. ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാ പുതിയ പുതിയ അറിയാത്ത വഴികൾ തിരഞ്ഞെടുക്കാനും കാരണമാവുന്നത്. ഒരു കാര്യം ഉറപ്പ്, പോകുന്ന വഴിക്ക് ഇനിയും കുറേ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലം കണ്ടാൽ എങ്ങനെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത്? പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് വരുന്ന ചിത്രമാണ് നെൽപ്പാടങ്ങളുടേത്. എത്ര കണ്ടാലും മടുപ്പ് വരാത്ത നെൽപ്പാടങ്ങളുടെ മനോഹരമായ കാഴ്ച. കൊട്ടേക്കാട് എന്ന സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. കൊടുമ്പിൽ മാത്രമല്ല, പടലിക്കാടും അതേപോലൊരു ബ്രിട്ടീഷ് ബ്രിഡ്ജുണ്ട്. ഒറ്റ നോട്ടത്തിൽ കൊടുമ്പിലുള്ള ബ്രിട്ടീഷ് ബ്രിഡ്ജിനെ ഇവിടെ കൊണ്ടുപോയി വെച്ച പോലെയാണ് തോന്നിയത്. ആ പാലവും ഈ പാലവും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നിയില്ല. 1940കളിലാണ് ഈ പാലം കെട്ടിയത് എന്ന് ഇവിടെയുള്ളവർ പറയുന്നത്. പാലം പ്രവർത്തനം ആരംഭിച്ച തീയതി അന്വേഷിച്ച് നടന്നെങ്കിലും ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. മലമ്പുഴ ഡാമിന് വളരെ അടുത്ത ഈ ബ്രിഡ്ജ്. കൊടുമ്പിലെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് പോലെ ഇതും അക്വാഡക്ട് ബ്രിഡ്ജ്. ബ്രിഡ്ജിനിടയിൽ കൂടെ മലമ്പുഴ കനാൽ പോകുന്നുണ്ട്. കോരയാറിന് കുറുകെയാണ് ഈ പാലം കെട്ടിയിരിക്കുന്നത്. കൽപ്പാത്തി പുഴയുടെ പോഷക നദിയാണ് കോരയാർ. നമ്മൾ കൊടുമ്പ് ബ്രിട്ടീഷ് ബ്രിഡ്ജിൽ കണ്ട പോലെ ഇവിടെയും ഒരു ഭാഗത്ത് കൂടെ വണ്ടികൾക്ക് പോവാനും മറ്റേ ഭാഗത്ത് കൂടെ നടന്നു പോവാനും ഉള്ള രീതിയിലാണ് പാലം കെട്ടിയിരിക്കുന്നത്. ഇതിനിടയിൽ കൂടെ കനാലും പോകുന്നുണ്ട്. ഒരു സമയത്ത് ഒരു വണ്ടിയെ ഈ പാലത്തിൽ കൂടെ കടന്നു പോകും. പിന്നെ ഒരേപോലുള്ള രണ്ട് സ്ഥലങ്ങൾ കണ്ടാൽ നമ്മൾ ഉറപ്പായും അത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യും. കൊടുമ്പ് ബ്രിട്ടീഷ് പാലായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എടുത്തു പറയേണ്ടത്, ഒരുപാട് വർഷമായിട്ടും ഈ പാലത്തിന് ഇപ്പോഴും ഒരനക്കവും സംഭവിച്ചിട്ടില്ല. ഗ്രാമത്തിൻ്റെ ശാന്തതയും പച്ചപ്പും സൗന്ദര്യമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും ഈ സ്ഥലവും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ സ്ഥലത്ത് ജനിച്ചു വളർന്ന എല്ലാവരുടെ മനസ്സിലും കാണും ഇങ്ങനെയൊരു സ്ഥലത്ത് വന്നിരുന്ന കൂട്ടുകാരുമൊത്ത് ചിലവഴിച്ച കുറേ നല്ല സമയങ്ങൾ. അന്നൊരു പക്ഷേ പോകാൻ മടിച്ച വഴികളായിരിക്കും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വഴികൾ. ഇതുപോലുള്ള സ്ഥലങ്ങൾ എപ്പോഴും കുറേ ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പാലക്കാട് കുറേ പഴയ പാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാലങ്ങളിലെല്ലാം മോട്ടോർ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ പാലം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അതിനുള്ള കാരണം റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന പഴയ പാലങ്ങളിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന കൊട്ടേക്കാട് ആർച്ച് ബ്രിഡ്ജ്. അതിനെ മോടി കൂട്ടാൻ താഴത്തു കൂടി അലസമായി ഒഴുകുന്ന ഈ പുഴയും. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം കുറവായിരിക്കും. പാലക്കാടുള്ള കുറേ പഴയ പാലങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പറളി, കൊടുമ്പ്, പടലിക്കാട് എന്ന സ്ഥലങ്ങളിലായി. ആ ബ്രിഡ്ജുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ബ്രിഡ്ജായത്. കാരണം ഈ ബ്രിഡ്ജിന് മുകളിലൂടെ പോകുന്നത് മോട്ടോർ വാഹനങ്ങളല്ല, ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി പണി കഴിപ്പിച്ച പഴയൊരു ബ്രിഡ്ജായത്. പാലക്കാട് ടൗണിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാറിയ ഈ സ്ഥലം.